ഹായ്, ഐ ആം ലെന സാറ. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. എല്ലാവരെ പോലെ ഞാനും ആദ്യം കുറേ കൺട്രീസും കോഴ്സും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഫസ്റ്റ് കാനഡ നോക്കി, പിന്നെ ഓസ്ട്രേലിയ, ലിത്വേനിയ, അങ്ങനെ കുറേ കൺട്രീസ് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കോഴ്സ് ഏതാണ് അല്ലെങ്കിൽ ഞാൻ പോണ കൺട്രി ഏതാണെന്നൊന്നും എനിക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റണ്ടായില്ല. ഞാൻ കുറേ ഏജൻസീനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ വിളിക്കാത്ത ഏജൻസി ഒന്നുമില്ല, ഞാൻ കേൾക്കാത്ത ഏജൻസീനെ വരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഓരോ പ്രശ്നങ്ങളും, പിന്നെ ലോണിൻ്റെ കുറച്ച് കാര്യങ്ങളും, ITR ഇഷ്യൂസും പേപ്പർ വർക്ക്സും ഒക്കെ കാരണം ഇതൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ എൻ്റെ ആൻറ്റീനെ വിളിച്ചു. ആ വഴിയാണ് എനിക്ക് എഡ്വിങ്സിൻ്റെ കോൺടാക്ട് നമ്പർ തന്നത്. അങ്ങനെയാണ് ഞാൻ എഡ്വിങ്സിനെ വിളിക്കുന്നത്. അവരെ വിളിച്ചപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. കാരണം നമ്മൾ അത്രയും നാൾ ഒന്നും നടക്കാൻ പോണില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് UK ഓപ്ഷൻ എടുത്തിട്ടു. അങ്ങനെ IELTSൻ്റെയും സ്കോറും ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നടന്നു പോകുന്നൊക്കെ തോന്നി. അങ്ങനെ പിന്നെയാണ് ഇതിലേക്ക് നേഴ്സിംഗ് ആക്കിയതും. അതിനു മുമ്പ് ഞാൻ സോഷ്യൽ വർക്കൊക്കെ പോകാനാണ് വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ UK ഫൈനലൈസ് ചെയ്തും അതുപോലെ നേഴ്സിങ്ങിന് പോകാമെന്നും പറഞ്ഞതും. അത് കഴിഞ്ഞ് പിന്നെ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എനിക്ക് കുറേ ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എത്ര ചോദിച്ചാലും എനിക്ക് എൻ്റെ ഡൗട്ട്സ് തീരില്ല. അപ്പോൾ അവരോട് എത്ര ചോദിച്ചാലും അവർക്കൊരു മടിയും കൂടാണ്ട് അവർ എല്ലാം പറഞ്ഞു തരും. എപ്പോൾ വിളിച്ചാലും അവർ ഫോൺ എടുക്കും. നമ്മളോട് ഭയങ്കര റൂഡായിട്ട് പെരുമാറുമൊന്നുമില്ല എന്ത് ചോദിച്ചാലും. അങ്ങനെ അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ അവരുടെ സർവീസിൽ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. കാരണം ഇപ്പം എനിക്കിപ്പോൾ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. അപ്പം എന്തെങ്കിലും ടെൻഷൻ കാരണം ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. എല്ലാം നടക്കും. അങ്ങനെ പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഞാനും ഒന്ന് കൂളാവും. അങ്ങനെ ലാസ്റ്റ് എനിക്ക് വിസ വന്നിട്ട് ഇപ്പോൾ 1 month ആയി. സോ ഞാൻ വളരെ ഹാപ്പിയാണ്. താങ്ക്സ് ടു എഡ്വിങ്സ്.